ചെറായി ദേവസ്വം നടയിലെ കൊട്ടിക്കലാശത്തിനിടെ കോൺഗ്രസും സിപിഎമ്മും തമ്മിലുണ്ടായ സംഘർഷത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് മെമ്പറുമായ ടി.പി. ശിവദാസ്, മക്കളായ ശബരിനാഥ്, സജിദേവ് എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കുഴുപ്പിള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ചെറായി ദേവസ്വം നടയിൽ നടന്ന കൊട്ടിക്കലാശത്തിനിടെ കോൺഗ്രസും സിപിഎമ്മും തമ്മിലുണ്ടായ സംഘർഷത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് മെമ്പറുമായ ടി.പി. ശിവദാസൻ, മക്കളായ ശബരിനാഥ്, സജിദേവ് എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കുഴുപ്പിള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമാധാനപരമായി നടന്ന തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം അലങ്കോലപ്പെടുത്താനും തങ്ങളെ മനഃപൂർവ്വം ആക്രമിക്കാനുമാണ് ഇടതുപക്ഷ അനുഭാവമുള്ള അക്രമികൾ ശ്രമിച്ചതെന്ന് ആക്രമണത്തിൽ പരിക്കേറ്റ ശിവദാസൻ പറഞ്ഞു. പരാജയ ഭീതിയാണ് ഇതിന് പിന്നിലെന്നും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ വരെ നശിപ്പിക്കപ്പെട്ടെന്നും ശിവദാസൻ ആരോപിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയമുണ്ടാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പറ്റം ഗുണ്ടകളെ സാധാരണ സമാധാനപരമായി കൊട്ടിക്കലാശം നടത്തുന്ന ദേവസ്വം ജംഗ്ഷനിൽ ആസൂത്രിതമായി ഒരു പറ്റം ഗുണ്ടകളെ ഇറക്കി തെരഞ്ഞെടുപ്പ് പ്രചരണ സാമഗ്രികളടക്കം വണ്ടി അടക്കം അടിച്ചു പൊളിക്കുകയും ഭിന്നശേഷിക്കാരനായ എന്നെയും എൻ്റെ 2 മക്കളെയും അതിക്രൂരമായി മർദ്ദിക്കുകയും, അത് ഞങ്ങൾ 3 പേര് മാത്രമല്ല നിരവധി പേർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. അതിൽ തന്നെ കൂടുതൽ മർദ്ദനമേറ്റത് ഞങ്ങളെ തന്നെയാണ്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരാജയ ഭീതിയാണ് കാണിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അക്രമം അഴിച്ചുവിട്ട് ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യാനായിട്ട്, ഭീതിപ്പെടുത്താനായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ആസൂത്രിത ശ്രമത്തിന്റെ ഫലമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം.